ശക്തി മാതാവിനെ തൊട്ട് സൗഖ്യമാക്കുന്ന കർത്താവെ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ഞങ്ങൾ അതിന്റെ ശക്തിയെ ക്ഷയിച്ചു പോകട്ടെന്ന് കൽപ്പിക്കുന്നു. ആരുടെ സഹായമില്ല ഇരിക്കുമല്ലോ. എത്ര നാളോ അത് ഏകദേശം 6 വർഷം ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുള്ളൂ. എന്ത് ഡോക്ടറുള്ളൂ? ഫുഡ് മടക്കാൻ പറ്റുമല്ലോ. അടുത്ത് മടക്കി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ചുമ്മാ പറയുന്നത്. ആ സ്റ്റെപ്പ് ഒന്ന് കേൾക്കും. യേശുവിനെ വിളിച്ചുള്ള ആ സ്റ്റെപ്പ് ഒന്ന് കേൾക്കുക. എങ്ങനെയുണ്ട്? അറിയോ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ചേച്ചി ഇങ്ങനെ കേൾക്കുമല്ലോ. പാടാലോ. ഇപ്പോഴും 6 വർഷമായിട്ടോ. ഓ കർത്താവ് പൂർണ്ണ സൗഖ്യം തന്നില്ല. ചാടി ഓടിയത് കർത്താവിന്റെ സാക്ഷി നിലനിൽക്കുന്ന സാക്ഷ്യമാണ്. അത്ഭുതമാകട്ടെ, അടയാളമാണ്. ഈ ആന്റി പറയുന്നത് കഴിഞ്ഞ 6 വർഷമായിട്ട് എൻ്റെ നടുവിനും എൻ്റെ ഇടത് ജോലിനും വേദനയുണ്ടായിരുന്നു. ദൈവാനം എന്നാണ് പറഞ്ഞത്. പക്ഷെ ആരാധനയിൽ ആദ്യമായി വന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ നടുവിനെയും ഇടത് കാലിൻ്റെ ജോലി എന്ത് പറഞ്ഞു? മുട്ടെന്ന് എന്താ വയ്ക്കുന്നത്? ആ മുട്ടിനകത്ത് അതിനുശേഷമാണ് ഇങ്ങനെ വന്നത്. ഈ ആന്റി പറയുന്നത് തൻ്റെ കാലിൻ്റെ മുട്ടിൽ മുഴ ഉണ്ടായിരുന്നു. അതിൻ്റെ സർജറി കഴിഞ്ഞു. അതിനുശേഷം തനിക്ക് മുട്ട് മടക്കാനൊന്നും കഴിയത്തില്ലായിരുന്നു. പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞ തേയ്മാനം ഉണ്ടെന്നാണ്. പക്ഷെ ഇപ്പോൾ ആന്റിക്ക് മുട്ട് മടക്കാൻ പറ്റുന്നുണ്ട്. കയറി വന്നത് സ്റ്റെയർ പിടിച്ചാൽ വന്നത്. പക്ഷെ പ്രാർത്ഥിച്ചതിന് ശേഷം ആരുടെ സഹായമില്ലാതെ ആന്റി സ്റ്റെപ്പ് ഓടിക്കയറി. ഇപ്പോൾ നമ്മളെ മുന്നിൽ ഇരിക്കാൻ കഴിയത്തില്ലായിരുന്നു എന്നിരുന്ന യേശുവിനെ വിളിച്ചു. ഇങ്ങനെ ആന്റിക്ക് ഇരിക്കാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം, പ്രാർത്ഥിച്ച ശേഷം ഇപ്പൊ തനിക്ക് ഇരിക്കാൻ കഴിയുന്നുണ്ട്, സ്റ്റെയർ കയറാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് എങ്ങനെയുണ്ട്? ഇരിക്കാൻ പറ്റുന്നുണ്ട്. കർത്താവെ ബ്ലസ് ചെയ്യുന്നു.